Welcome to Excellence Academy, your go-to platform for competitive exam preparations. So, ഇന്ന് നമ്മുടെ ഇപ്പോൾ ഉള്ളത് ഗേറ്റ് എക്സാംസിൽ EC ഡിപ്പാർട്ട്മെന്റിൽ 2308 റാങ്ക് സെക്യൂർ ചെയ്തിട്ടുള്ള സ്റ്റുഡൻ്റ് ആണ്. സോ ലെറ്റ്സ് വെൽക്കം യാസിൻ. Thank you. First of all, congratulations Yasin for your achievement. So Yasin, can you please introduce yourself? എൻ്റെ പേര് യാസിൻ നിസാർ. ഞാൻ 2023 ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ് ഫ്രം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബാട്ടൺ ഹിൽ. ഞാൻ എന്നിട്ട് 2 വർഷം ടാറ്റ എലക്സി എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അതിനുശേഷമാണ് ഗേറ്റ് പ്രിപ്പറേഷൻസ് തുടങ്ങിയത്. സോ ഗേറ്റ് പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ട് യാസിൻ എക്സലൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്തു അല്ലേ? സോ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എക്സലൻസ് അക്കാഡമിനെ പറ്റിയിട്ട്? ഇങ്ങനൊരു ഡിസിഷനിൽ ഇവിടെ പഠിക്കണം എന്നൊരു ഡിസിഷൻ എടുത്തത് എങ്ങനെയാണ്? ഞാൻ 24-ലാണെന്ന് തോന്നുന്നു. അപ്പം എക്സലൻസ് അക്കാഡമിയുടെ ഒരു ക്രാഷ് കോഴ്സ് ഞാൻ എൻറോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കോഴ്സ് നല്ല കോഴ്സായിരുന്നു, പക്ഷേ എനിക്ക് വർക്കിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് പഠിക്കാൻ ഒന്നും പറ്റുന്നില്ലായിരുന്നു. അപ്പം അടുത്ത വർഷം പിന്നെ വീണ്ടും ഈ എക്സലൻസ് അക്കാഡമിയിൽ തന്നെ ഒരു കോഴ്സ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ എടുത്തതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഓവറോൾ ആ ഒരു ഡിസിഷൻ മേക്കിംഗ്? ആക്ച്വലി കോഴ്സ് തുടങ്ങി 2 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻറോൾ ചെയ്തത്. എന്നാലും ശില്പ മാമിൻ്റെ ക്ലാസ്സും എല്ലാം നല്ലതായിരുന്നു. നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ക്ലാസ് തന്നെ ആയിരുന്നു. അധികം പേസൊന്നും കൂട്ടിയല്ലായിരുന്നു പഠിപ്പിക്കുന്നത്. എല്ലാം നോർമൽ. ഒരു 2 വർഷം ഗ്യാപ്പ് എടുത്തിട്ട് വന്നാലും ആ ഒരു ടച്ച് വിട്ട് നിന്നാലും നമുക്കെങ്ങനെ ആ ഒരു കോൺസെപ്റ്റ്സൊക്കെ മനസ്സിലാക്കാം എന്നുള്ള രീതിയിലാണ് പഠിപ്പിച്ചു വന്നത്. സോ യാസിൻ ഓൺലൈൻ കോച്ചിങ് ആയിരുന്നല്ലോ ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്? അതെ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ഓൺലൈൻ കോച്ചിങ് അറ്റ് എക്സലൻസ് അക്കാഡമി? എൻ്റെ ഒരു രീതി പറയുകയാണെങ്കിൽ, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ആ സമയം. അപ്പോൾ എനിക്ക് ഓൺലൈൻ കോച്ചിങ് ആയിരുന്നു കുറച്ചും കൂടി പറ്റുന്നത്. കാരണം വൈകുന്നേരം 7:30 ജോലി കഴിഞ്ഞ് വരാൻ. പിന്നെ അതിന് ശേഷം മാമിൻ്റെ ക്ലാസ്. അങ്ങനെയാണ് നോക്കിയിരുന്നത്. എനിക്ക് ഓൺലൈൻ ആയിരുന്നു കുറച്ചും കൂടി ബെറ്റർ. സോ നമ്മുടെ ഫാക്കൽറ്റീസിൻ്റെ സപ്പോർട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ത്രൂ ഔട്ട് ഈ ഒരു ജേർണിയിൽ? ശില്പ മാമാണ് പഠിപ്പിച്ചതെന്ന് പറഞ്ഞിരുന്നു. സോ ശില്പ മാമിൻ്റെ ഒരു സപ്പോർട്ട് ത്രൂ ഔട്ട് ഈ ഒരു ജേർണിയിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പം ഞാൻ മാമിന് ഇടയ്ക്ക് ഡൗട്ട്സിനൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അധികം വൈകാതെ തന്നെ മാം കണ്ടിട്ട് അതിനുള്ള റിപ്ലൈ ഉടനെ തരുമായിരുന്നു. എല്ലാവരും സപ്പോർട്ടീവായിരുന്നു. സോ ഈ നമുക്ക് അതേപോലെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണല്ലോ ഓപ്റ്റ് ചെയ്തത്, അതേപോലെ തന്നെ നമുക്ക് ഓൺലൈനായിട്ടൊരു സ്റ്റഡി ആപ്പും കൂടെ ഉണ്ട്, വിച്ച് ഈസ് ക്രാക്ക് ഇറ്റ് ആപ്പ് ബൈ എക്സലൻസ് അക്കാഡമി. സോ ഈ ക്രാക്ക് ഇറ്റ് ആപ്പ് ബൈ എക്സലൻസ് അക്കാഡമി യൂസ് ചെയ്തപ്പോൾ എത്രത്തോളം അഡ്വാൻറ്റേജസ് കിട്ടിയിട്ടുണ്ടായിരുന്നു? അപ്പാർട്ട് ഫ്രം ഈ ഒരു ഓൺലൈൻ കോച്ചിങ് അല്ലാതെ കുറച്ചുകൂടെ അഡ്വാൻറ്റേജസ് കിട്ടിയതായിട്ട് തോന്നിയിട്ടുണ്ടോ? അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് എല്ലാത്തിനും പറ്റിയൊരു പ്ലാറ്റ്ഫോം. ലൈക്ക് വീഡിയോസ് ആയാലും നോട്ട്സ് ആയാലും എല്ലാം ഒരേ പ്ലാറ്റ്ഫോമിൽ തന്നെ കിട്ടും. ഗേറ്റ് മാത്രമല്ല, നമുക്കിപ്പം മാത്സിൻ്റെ കോഴ്സ് ആയാലും അത് പ്രത്യേകമായിരുന്നു. അതും എല്ലാം ഈ ആപ്പിനകത്ത് തന്നെ ഉണ്ട്. അതുമല്ല, ISRO SC സയൻറ്റിസ്റ്റിൻ്റെ പല കോഴ്സുകളും ഈ ആപ്പിൽ തന്നെ ലഭ്യമാണ്. അപ്പം എല്ലാത്തിനും കൂടി ഒരു നല്ലൊരു ആപ്പായിരുന്നു അത്. യൂസർ ഫ്രണ്ട്ലി ആയിരുന്നു അല്ലേ? യെസ്. സോ ഈ ത്രൂ ഔട്ട് ഈ ഒരു ജേർണിയിലേക്ക് വേണ്ടിയിട്ട് യാസിൻ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ റുട്ടീൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നോ ഇപ്പോൾ സ്റ്റഡീസിന് വേണ്ടിയിട്ടായിട്ട്? ഇപ്പം നമുക്ക് ഓൺലൈൻ ക്ലാസ് വരുന്നത് തിങ്കൾ, ബുധൻ, വെള്ളി ആയിരുന്നു. അപ്പം വർക്ക് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം മാമിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക മാത്രമേ നമുക്ക് അന്നത്തെ ദിവസം പറ്റത്തുള്ളായിരുന്നു. അതായത് ഒരു 8 മണി തൊട്ട് 9:30 വരെ ആയിരുന്നു ക്ലാസ് വരുന്നത്. അപ്പം അന്നത്തെ ദിവസം പഠിക്കാൻ പറ്റില്ല. എന്നാലും പിറ്റേ ദിവസം, അതിപ്പം തിങ്കൾ കഴിഞ്ഞാൽ ചൊവ്വ എന്നുള്ള ദിവസം നമുക്ക് കുറച്ചും കൂടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാനായാലും, ഞായറാഴ്ചകളിൽ ശനി ഞായറിലും മോക്കും അതിൻ്റെ ഡിസ്കഷനും ഒക്കെ ഉണ്ടായിരുന്നു. സോ ഇപ്പം ഈ ഒരു നമ്മൾ ഗേറ്റ് എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു ജേർണി തൊട്ട് ഇതുവരെയുള്ളൊരു സ്റ്റേജ് വരെ നിൽക്കുന്ന ഒരു ജേർണി ഉണ്ടല്ലോ, അതിൽ എത്രത്തോളം ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്? അതിൽ നമ്മുടെ ഈ ഒരു എക്സലൻസ് അക്കാഡമിയുടെ ഇൻവോൾവ്മെൻറ്റ് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട്? ഞാൻ ഈ ജോയിൻ ചെയ്തിടം തൊട്ട് എനിക്ക് 2 വർഷത്തെ ഗ്യാപ്പ് വന്നുകൊണ്ട് വലുതായിട്ട് കോൺസെപ്റ്റ്സ് ഒന്നും അത്രയ്ക്ക് പിടുത്തമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇതുകൂടാതെ മോക്ക് ടെസ്റ്റ് സീരീസും എൻറോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യമൊക്കെ എക്സാം എഴുതുമ്പോഴത്തേക്കും എനിക്ക് വലിയ മാർക്കൊന്നും കിട്ടുന്നില്ല. അപ്പം
എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു. പിന്നീട് മാമിൻ്റെ ക്ലാസ് തന്നെ വീണ്ടും വീണ്ടും കാണുകയും അങ്ങനെയൊക്കെ ചെയ്താണ് ഈ ഒരു ലെവലിലെത്തിയത്. അപ്പോൾ അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ അതെ, വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെ. ത്രൂ ഔട്ട് ഈ ഒരു ജേർണിയിൽ നമുക്കിപ്പം ചില സ്ട്രാറ്റജീസ് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക അല്ലേ? ലൈക്ക് നമ്മൾ ഇങ്ങനെയൊക്കെ ഈ ഒരു പാറ്റേൺസിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഈസിലി ഇത് ലേൺ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള. സോ അങ്ങനെ ഇപ്പോൾ ഫാക്കൽറ്റീസ് ആണെങ്കിലും ഓറൽസ് യാസിൻ തന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജീസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പഠിച്ചാൽ കുറച്ചുകൂടെ ഈസിലി എനിക്ക് ലേൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ള? അപ്പം നമ്മുടെ കോഴ്സിൻ്റെ ഇടയ്ക്ക് വെച്ച് തന്നെ മാം കുറച്ച് ഷോർട്ട് കട്ട്സൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ അന്ന് എനിക്കത് അത്രത്തോളം മനസ്സിലായിട്ടില്ല. ജസ്റ്റ് നോട്ട്സ് എഴുതി പോകും എന്നുള്ളതല്ലാതെ. പിന്നെ ഞാൻ ഡിസംബർ തൊട്ടിട്ടാണ് ഈ ഗേറ്റിന് വേണ്ടി ഫുള്ളായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരുന്നത്. അന്നേരം ഓരോന്ന് പഠിക്കുമ്പോൾ ഈ നോട്ട്സ് റിവൈസ് ചെയ്യുമ്പോൾ ഇതൊരു നല്ല ഷോർട്ട് കട്ടാണ്, നമുക്കത് പിന്നീട് യൂസ്ഫുൾ ആവും എന്നുള്ള രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ സ്ട്രാറ്റജീസൊക്കെ കംപ്ലീറ്റ്ലി പിന്നെ യൂസ് ചെയ്തു അല്ലേ? പിന്നെ എക്സാമിനായാലും എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ ഇനി യാസിമിന് വൺസ് മോർ ഒരു ചാൻസ് കിട്ടുവാണ് ഗേറ്റ് എക്സാംസ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ എക്സാംസ് എഴുതി കഴിഞ്ഞതിന് ശേഷം നമുക്ക് തോന്നാറുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഒരു ബെറ്റർ റിസൾട്ട് കിട്ടിയേനെ. സോ ഇനി അങ്ങനെ ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ എന്തായിരിക്കും ഒരു മാറ്റം കൊണ്ടുവരുന്നത് സ്റ്റഡീസിൻ്റെ ആ ഒരു വേ ഓഫ് മെത്തേഡിൽ? ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. എനിക്ക് ഗേറ്റ് അടുക്കാറായപ്പോൾ എല്ലാം കൂടി നടക്കില്ല എന്ന് തോന്നിയിട്ടാണ് ഞാൻ വർക്ക് റിസൈൻ ചെയ്തു. എന്നിട്ട് ഫുള്ളി ഗേറ്റിന് വേണ്ടിയിരുന്നു. അപ്പോൾ ഈ 2 മാസം ഡിസംബർ തൊട്ട് ഫെബ്രുവരി 15 വരെ നമുക്ക് മാം പറഞ്ഞു തന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവിഷൻ ടൈം ആണെന്നാണ് ഫുള്ള്. പക്ഷേ ഞാനൊന്നും പഠിച്ചിട്ടുമില്ല, ഇത് റിവൈസ് ചെയ്യണമെങ്കിൽ വല്ലതും പഠിക്കുകയും വേണം. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ സ്ട്രോങ് ഏരിയാസ് അത് നല്ല കൂട്ട് പഠിക്കണം എന്ന്. അങ്ങനെ ഞാൻ ഒരു 4 സബ്ജക്ട്സ് പഠിച്ചിട്ട് പോയി എഴുതിയിട്ടാണ് എനിക്ക് ഏകദേശം ഇത്രയും മാർക്ക് കിട്ടിയത്. അപ്പം ഫുൾ സബ്ജക്ട്സ് പഠിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ ഇതിലും നല്ല മാർക്ക് കിട്ടിയാണ്. കുറച്ചുകൂടെ ടൈം സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ ഇത്ര ഒരു ടൈറ്റ് ഷെഡ്യൂൾ അല്ലാതെ കുറച്ചുകൂടെ ടൈം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട്സ് കിട്ടിയാണ്. സോ വാട്ട്സ് നെക്സ്റ്റ്? സ്റ്റഡീസ് ആണോ നോക്കുന്നത് ഓർ ജോബ്സ് ആണോ? ഞാനിപ്പോൾ സ്റ്റഡീസാണ്, എംടെക് ആണ് നോക്കുന്നത്. എംടെക് ഇൻ VLSI ആൻഡ് VLSI ഡിസൈൻ ആൻഡ് മൈക്രോ ഇലക്ട്രോണിക്സ് ആൻഡ് കൂടെ PSUസും കൂടി നോക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. സോ യാസിം ഇനി ഫർദർ സ്റ്റഡീസാണ് നോക്കുന്നതെന്ന് പറഞ്ഞു. ഈ യാസിം ഈ പറഞ്ഞ പോലെ ജോബ്സ് നോക്കുന്നുണ്ടെങ്കിലും നമ്മുടെ സൈഡിൽ നിന്ന് ഫുൾ സപ്പോർട്ട് എപ്പോഴും യാസിമിന് കാണും. ഇപ്പോൾ പറഞ്ഞ പോലെ PSU സെക്ടേഴ്സിലാണെങ്കിലും ഇതിൻ്റെ ഓരോ ജോബ് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഒബ്വിയസ്ലി യാസിമിനെ അത് അപ്ഡേറ്റ് ചെയ്യും. നമ്മുടെ സൈഡിൽ നിന്ന് എപ്പോഴും യാസിമിന് ഒരു അലുമിനി സപ്പോർട്ടും കരിയർ ഗൈഡൻസും ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. സോ യാസിമിന് ഇനി വൺസ് മോർ റാങ്ക് ഇംപ്രവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സ് വാലിഡിറ്റി എന്ന് പറയുന്നത് 2 years ആണ്. സോ ഇനി ഒരു 1 more years വാലിഡിറ്റി ഉണ്ട്. സോ യു ക്യാൻ യൂട്ടിലൈസ് ദാറ്റ് ഓൾസോ. ആൻഡ് ഓൾസോ യാസിമിന് ഇനി 2027 എക്സാം എഴുതുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് എന്താ പറയാനുള്ളത്, ലൈക്ക് യുവർ ജൂനിയേഴ്സ്? ഇപ്പം എക്സാം എഴുതാൻ പോകുന്നവരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം കോഴ്സ് നല്ല കോഴ്സാണ്, അത് നല്ലോട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധം നല്ല മാർക്ക് നമുക്കതിൽ നിന്ന് കിട്ടും. പിന്നെ ബാക്കി നമ്മുടെ സൈഡിലുള്ളതാണ്. നമ്മൾ ടെസ്റ്റ് സീരീസൊക്കെ എടുക്കുക. ആദ്യത്തെ ടെസ്റ്റ് സീരീസിലൊക്കെ നല്ല മാർക്ക് കുറവായിരിക്കും, അതൊന്നും കൊണ്ട് ഡൗൺ ആവല്ല ആരും. ബാക്കിയുള്ളത് പഠിച്ച് ഓരോ ടെസ്റ്റ് സീരീസ് കഴിയുമ്പോഴേ നമുക്ക് മാർക്കും കിട്ടത്തുള്ളൂ. കൂടെ നമുക്ക് ഈ കോഴ്സിൻ്റെ തന്നെ വീണ്ടും കണ്ട് റിവൈസ് ചെയ്യുക. മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക, നല്ല മാർക്ക് കിട്ടും. താങ്ക് യു സോ മച്ച് യാസിൻ ഫോർ ഷെയറിങ് യുവർ ജേർണി വിത്ത് അസ് ടുഡേ. യാസിന് നമ്മുടെ ഒരു ചെറിയ ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ട്. സോ അത് തരാനായിട്ട് നമുക്ക് ശില്പ മാമിനെ ഇൻവൈറ്റ് ചെയ്യാം.